ഉപേക്ഷിക്കുന്നതിന് മുമ്പ് ഈ ചരിത്ര പ്രസിദ്ധമായ വില്ലുവണ്ടി യാത്ര നടത്തിയ ഈ പാതയിലൂടെ ഈ മുടിയും അഴിച്ചിട്ട് ഞങ്ങളൊരു പ്രകടനം നടത്തും. അതിനുശേഷം മാത്രമേ ഞങ്ങൾ വന്ന് ഈ മുടി മുറിക്കുകയുള്ളൂ. അപ്പൊ അതിനായിട്ട് എല്ലാവരും ഈ ചരിത്ര ഭൂമിയെ ഞങ്ങളുടെ മുടി ഞങ്ങളുടെ ശരീരത്തിലുള്ള അവസ്ഥയിൽ അവസാനമായി ഒന്ന് കാണിക്കാൻ പോവുകയാണ്. അതിനുശേഷം ഞങ്ങൾ ഇത് മുറിക്കും. അപ്പോ എല്ലാവരും അതിന് നമസ്കാരം. ഈ സമരം നടക്കുന്ന സ്ഥലം അറിയാലോ എല്ലാവർക്കും. ഇത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നടയിലെ ആശാ വർക്കർമാരുടെ വൻ പ്രതിഷേധമാണ്. 50 ദിവസം കഴിഞ്ഞു. ഇന്നത്തെ പ്രതിഷേധം പിണറായിക്ക് മുന്നിൽ തന്നെ അമ്മമാരും പെങ്ങന്മാരും എല്ലാവരും തലമുടി മുറിച്ച് പ്രതിഷേധമാണ്. ആശാ വർക്കർമാരുടെ ശമ്പള പരിഷ്കാരം അവർ കുറച്ചു കാര്യങ്ങൾ നിബന്ധനകൾ വെച്ചിട്ടുണ്ടായിരുന്നു സർക്കാരിനോട്. അത് വലിയ കാര്യങ്ങളൊന്നും അല്ലായിരുന്നു. പക്ഷെ പിണറായിക്ക് സിനിമ കാണാനും ദൂർത്തടിക്കാനും ഹെലികോപ്റ്ററിന്റെ വാടക കൊടുക്കാനും മോട്ടിക്കാനും കള്ളത്തനം ചെയ്യാനും ഒക്കെ കാശുണ്ട്. ഈ പാവപ്പെട്ടവരുടെ സങ്കടം കാണാൻ ആർക്കും സമയമില്ല. പിണറായിക്ക് ഒട്ടും തന്നെ സമയമില്ല. വളരെ ശക്തമായ പ്രതിഷേധമാണ്. ഇന്ന് അലറി വിളിച്ചുകൊണ്ട് തന്നെ ഒരമ്മ തല മൊത്തം മുട്ടയടിച്ച ഒരു കാഴ്ച തന്നെയാണ്. വളരെ സങ്കടകരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു. 50 ദിവസം കഴിഞ്ഞിട്ടും പിണറായി സർക്കാരിന് യാതൊരു കുലുക്കവുമില്ല. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ ഇരിക്കുന്ന അതേ വ്യക്തികൾ തന്നെ പിണറായി സർക്കാരിനെ ആ കസേരയിലേക്ക് ഇരിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ആൾക്കാരും തന്നെയാണ്. അവർക്ക് തന്നെയാണ് കൊടുത്ത പണി. അവർക്ക് മനസ്സിലായിട്ടുണ്ട്. CPM CPI ആൾക്കാർക്ക് എല്ലാവരും ഇതിൽ കൂടെ ഉണ്ട്. കേരളത്തിൽ ഒന്നടങ്കം ആശമാർ ഒന്നിച്ച് പ്രതിഷേധമാണ് ഈ കാണുന്നത്. ഇനിയെങ്കിലും ജനങ്ങൾ മനസ്സിലാക്കണം, ഈ ഇരിക്കുന്ന അമ്മമാരും ഇവരെല്ലാവരും വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഈ പിണറായിയുടെ തോന്നിയവാസമാണത്. ആർക്കും ഒന്നും കൊടുക്കില്ല. സ്വന്തം കുടുംബക്കാർക്കും മാത്രം, സിനിമ കാണാനും മാത്രമേ അവർക്ക് കാശുള്ളൂ. മുടിമുറിക്കലാണ് നമ്മൾ ഈ കാണുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ. അമ്മമാര് മുടിമുറിക്കുകയാണ്. വളരെ വളരെ ദുഃഖകരമായ ആ വീഡിയോ നമുക്ക് കാണാം. നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അതാണ് യഥാർത്ഥത്തിൽ എത്രയോ ദിവസം കൊണ്ട് നടക്കുന്ന എല്ലാ മാധ്യമങ്ങളിലും വാർത്തയുള്ള ഒരു വീഡിയോയാണത്. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു രാഷ്ട്രീയക്കാർ മാത്രമല്ല. തുടങ്ങിയപ്പോൾ രാഷ്ട്രീയം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പം എൻ്റെ കണക്കൂട്ടിൽ എല്ലാ രാഷ്ട്രീയക്കാർക്കും എല്ലാ ആശാ വർക്കർമാരും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് വീഡിയോ മൊത്തവും കണ്ട് ഇവരുടെ ഈ പിണറായി സർക്കാരിൻ്റെ തോന്നിയവാസം നമ്മൾ മനസ്സിലാക്കുക തന്നെ വേണം. ഈ ഇരിക്കുന്ന അമ്മമാര്, ഇതിൽ 3/4 ആൾക്കാരും അമ്മമാരും കേന്ദ്ര സർക്കാരിനെ പഴിചാരിക്കൊണ്ട് ഈ പിണറായിക്ക് വോട്ട് കുത്തിയ ആൾക്കാരാണ്. അവർ മനസ്സിലാക്കണം ഇതാണ് പിണറായിസം എന്ന്. ഞങ്ങൾ പറക്കില്ല, കേരള സമൂഹം പറക്കില്ല. പ്രത്യേകിച്ചും കേരളത്തിലെ സ്ത്രീകൾ ഇന്ന് ഞങ്ങളുടെ ഈ മുടിമുറിച്ച് പ്രതിഷേധിക്കുമ്പോൾ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ, ആലപ്പുഴയിൽ, എറണാകുളത്ത്, കാസർഗോഡ് തുടങ്ങി വിവിധ ജില്ലകളിൽ ഈ ആശാപ്രവർത്തകർ അതോടൊപ്പം അനുഭവം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പുരുഷന്മാരടക്കം ഇന്ന് മുട്ടയടിക്കുന്നുണ്ട്, മുടിമുറിക്കുന്നുണ്ട്. ഇതൊരു സവിശേഷമായ സമരമാണ്. അനീതിക്കെതിരെ, അന്യായത്തിനെതിരെ തൊഴിലാളികൾ പണിമുടക്കിക്കൊണ്ട് അവർ സമരത്തിലേക്ക് പോകുമ്പോൾ അവരെ ഒറ്റപ്പെടുത്തി ആക്രമിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഭരണാധികാരികൾക്കുള്ള താക്കീത് കൂടിയാണിത്. ഞങ്ങളെല്ലാം ആദ്യമായിട്ട് ചെയ്യുന്നത്, ഇവിടെ നേരത്തെ ശ്രീമതി ഉഷ പറഞ്ഞതുപോലെ ലോകത്ത് നടക്കാറുണ്ട്. പക്ഷേ ഇടതുപക്ഷമെന്ന് അവകാശപ്പെടുന്ന ഈ ഗവൺമെന്റ് അതിന്റെ സ്വഭാവം ഉപേക്ഷിച്ചുകൊണ്ട് വലതുപക്ഷത്തേക്ക് പോയിക്കൊണ്ട് നമ്മളെ ഈ തെരുവിലിട്ട് കൊല്ലാക്കൊല ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സ്ത്രീകളുടെ പ്രതിഷേധമാണത്. ഞങ്ങൾക്ക് മരിച്ചു വരുന്നത് നിങ്ങൾക്ക് കാണുന്നില്ലേ? ഞങ്ങളുടെ മുഴുവൻ രക്ഷാവർക്കർമാരും തലയുയർത്തി പിടിച്ചിട്ടാണ് ഈ മുടി മുറിക്കാനെത്തിയിരിക്കുന്നത്. ആരും കഴിയില്ല. അങ്ങനെ കരഞ്ഞ് തലതാഴ്ത്തിപ്പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ ചെയ്തെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് മുടി മുറിക്കുന്നത്.
ഇന്നിവിടെ നടക്കുന്ന ഈ മുടിമുറി ഇത് ഈ കേരളമെമ്പാടും പടരട്ടെ എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ആരും ഒഴിക്കാൻ ചെയ്യല്ലേ, ആരും ഒഴിക്കല്ലേ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സഹകരിക്കണം. അപ്പുറത്തുള്ള ആളുകൾ ഈ പൊതുവായ നിങ്ങൾക്ക് വേർപെട്ട് പോയാൽ അത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കും. നിങ്ങൾ വേഗം സഹകരിക്കണം. അവരെ കൂടി ഇങ്ങോട്ട് നിർത്താം. അവരെ കൂടി ഇങ്ങോട്ട് അധികാരികളുടെ മുഷ്ടിന് മുന്നിൽ മുട്ടുമടക്കാൻ മനസ്സില്ല. ഞാൻ പറയില്ല ആദ്യം അങ്ങനെ